മഞ്ചേരി പട്ടർക്കുളത്താണ് ഞാനുള്ളത്. അലൈക്കും. ഇത് പട്ടർക്കുളം സ്വദേശി കണ്ണിയൻ മുഹമ്മദ് അലി സാറാണ്. ഹജ്ജ് കമ്മിറ്റിയുടെ മുൻ വളണ്ടിയറും മാസ്റ്റർ ട്രെയിനറും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഓൾ ഇന്ത്യ ഹാജീസ് ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി കൂടിയാണ്. ഹജ്ജ് യാത്രയോടനുബന്ധിച്ച് ഹാജിമാർക്ക് സാധാരണ ഉണ്ടാകുന്ന ചില സാങ്കേതിക സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നത്. ഈ വർഷത്തെ 2025 പരിശുദ്ധ ഹജ്ജിൻ്റെ തീരുമാനങ്ങളൊക്കെ വളരെ വേഗത്തിൽ തന്നെ ആയിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ കൊല്ലത്തൊക്കെ അപേക്ഷിച്ച് ഇപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഷെഡ്യൂൾ അടക്കം ഇപ്പോൾ ആയി. അപ്പോൾ ഈ ഇവിടെ സാധാരണ ആദ്യമായിട്ട് ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് പിന്നെ ക്ലാസ്സുകളൊക്കെ കേട്ടാലും കുറേ സംശയങ്ങളൊക്കെ പിന്നെയും ബാക്കിയുണ്ടാവും. ഹജ്ജിൻ്റെ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മതപരമായിട്ടുള്ള ക്ലാസ്സുകൾ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. പക്ഷേ സാങ്കേതികമായിട്ടുള്ള ക്ലാസ്സുകൾ അത്രയും അവർക്ക് ചെല്ലുന്നില്ല. ഞാനിപ്പോൾ കഴിഞ്ഞ വർഷത്തൊക്കെ വീഡിയോ ചെയ്ത ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് ചോദിക്കലുണ്ട് പിന്നെയും സംശയങ്ങൾ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് സംശയങ്ങൾ നമുക്കൊന്ന് പിന്നെ ഡിസ്കസ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഞാൻ വന്നത്. ഫ്ലൈറ്റിൻ്റെ ഷെഡ്യൂൾ ഇപ്രാവശ്യം പിന്നെ കേരളത്തിൽ 3 പോയിന്റുകളല്ലേ ഉള്ളത്? കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി. അതുപോലെ കൊച്ചി. അപ്പോൾ കോഴിക്കോട് നിന്ന് ഇങ്ങനെ പിന്നെ ഫസ്റ്റ് എംബാർക്കേഷൻ പോയിന്റ് കോഴിക്കോടും രണ്ടാമത് കണ്ണൂരും കൊടുത്തവർക്ക് കുറച്ച് ആളുകളൊക്കെ പിന്നെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങോട്ട് മാറ്റമൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാലും വളരെ കുറവായിരുന്നു അല്ലേ? 500 ചില്ലാൻ ആളുകൾക്ക് മാത്രമേ അതെ മാറ്റം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൽ തന്നെ കുറച്ച് പിന്നെ ലേഡീസ് വിത്തൗട്ട് മെഹറും കൂടുതലും അവരാണ് 65 വയസ്സ് കഴിഞ്ഞവർക്ക്. അപ്പം പിന്നെ അതുപോലെ അവസാന ഗഡു അടക്കാനുള്ള തീയതി ഇപ്പോൾ ഇന്ന് 9-ാം തീയതി തീരുന്നതാണ് അല്ലേ? അപ്പോൾ പിന്നെ ഇനി ഇതിൻ്റെ ഒരു സെലക്ഷൻ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ന് പണം അടക്കുന്ന അടവ് കഴിഞ്ഞതോടുകൂടി ഇനിയിപ്പോൾ ഒരു വെയിറ്റിംഗ് ലിസ്റ്റുകാർക്ക് ഇതിലേക്ക് സാധ്യത ഉണ്ടോ? വെയിറ്റിംഗ് ലിസ്റ്റുകാർക്ക് ഇനിയും സാധ്യത ഉണ്ട്. കാരണം ഇപ്പോൾ 6 സംസ്ഥാനങ്ങളിലാണ് ഇനി ബാലൻസ് ആവശ്യമുള്ളത്. 6 സംസ്ഥാനങ്ങളാണ് ഇനി വെയിറ്റിംഗ് ലിസ്റ്റ് ഉള്ളത്. ഇനിയിപ്പോൾ 1-ാം ഘട്ടം കഴിഞ്ഞിട്ടില്ല. അതായത് ഇന്ത്യയിൽ നിന്ന് 2 ഘട്ടമായിട്ടാണ് ഹജ്ജ് യാത്ര. ഒന്ന് 1-ാം ഘട്ടം, 2-ാം. നമ്മുടെ കേരളത്തിൽ നിന്ന് 2-ാം ഘട്ടത്തിലാണ് പോകുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിൽ. അപ്പോൾ ഇവിടെ 1-ാം ഘട്ടത്തിൻ്റെ അവസാനം വരെ വരുന്ന ക്യാൻസലേഷനും നമ്മൾ ഇവിടെ നിന്ന് തന്നെ അവസാനം പോകുന്ന വിമാനത്തിൻ്റെ തലേന്ന് വരെ ക്യാൻസലേഷൻ വന്നേക്കാലോ. അതിൻ്റെ പ്രത്യേക സാഹചര്യം. അതെ, വിവിധ റീസൺസ് ഉണ്ടാവുമല്ലോ ആളുകൾക്ക്. കാരണം ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും പോകാൻ തീരുമാനിച്ചതിൽ ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും കിടപ്പിലായി കഴിഞ്ഞാൽ തന്നെ മറ്റൊരാൾക്ക് പോകാൻ കഴിയില്ല. അങ്ങനത്തെ അവസ്ഥയിൽ വെയിറ്റിംഗ് ലിസ്റ്റ് അവസാനം വരെ വന്നേക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പോകുന്നതിൻ്റെ ഒരു 2-3 ദിവസം മുമ്പ് നമുക്ക് ഒരു പക്ഷേ വിളിക്കാം. നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് പോവാം. പക്ഷെ അതിലിപ്പോൾ നമുക്ക് മനസ്സിലായത് ഇപ്രാവശ്യം ഒരു സമ്മതപത്രം കൊടുത്തവരെ മാത്രമേ അവർ പരിഗണിക്കുള്ളൂ തോന്നുന്നു. കാരണം മറ്റുള്ളവരൊക്കെ ക്യാൻസലേഷൻ കൊടുത്തു. കാരണം വെയിറ്റിംഗ് ലിസ്റ്റ് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു ഹജ്ജിനാണ് പോകുന്നത്. ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നേരത്തെ കാലത്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ട് നമുക്ക് അത് ഒരുങ്ങി അതിലേക്ക് അങ്ങനെ സാവധാനം നമ്മളെ എല്ലാ ശരീരവും കർമ്മം മനസ്സും എല്ലാം അതിലേക്ക് കൊണ്ടുപോകാം. മറ്റു പെട്ടെന്നുള്ളൊരു വിളി വരുമ്പോൾ നമുക്ക് അതിന് കുറേ പ്രായോഗിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ പല ആളുകളും ചിലപ്പോൾ പെട്ടെന്ന് കിട്ടുമ്പോൾ പിന്മാറാനുള്ള സാധ്യത ഉണ്ട്. അതാണ് വീണ്ടും ഇങ്ങനെ ചാൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ശരി. പിന്നെ ഫ്ലൈറ്റിൻ്റെ ഷെഡ്യൂൾ ഇപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്ന് കാണുന്നത് പിന്നെ മെയ് 10 സ്റ്റാർട്ട് ചെയ്യും. മെയ് 10 സ്റ്റാർട്ട് ചെയ്ത് മെയ് 22 വരെ 13 ദിവസത്തിലാണ് നമ്മളിവിടെ. അത് ഷെഡ്യൂൾ ഇട്ട് കഴിഞ്ഞാൽ അതിലിനി മാറ്റം വരാൻ സാധ്യത? അത് കൺഫേം ആയിട്ട് ഇനി അവിടെ മാറ്റം വരിക എന്ന് പറഞ്ഞാൽ അധിക ഫ്ലൈറ്റുകൾ ചിലപ്പോൾ വന്നേക്കാം ഇതിൻ്റെ മേലോട്ട്. അതായത് ഇപ്പോൾ കൂടുതൽ വെയിറ്റിംഗ് ലിസ്റ്റ് വന്നു. വെയിറ്റിംഗ് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് വിമാനം അധികം വെക്കണമല്ലോ. അങ്ങനെ അധിക വിമാനങ്ങൾ ചിലപ്പോൾ ഇടക്ക് കയറിയേക്കാം, ചിലപ്പോൾ അതിൻ്റെ അവസാനത്തിൽ കയറിയേക്കാം. എന്ന് വെച്ചാൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഹാജിമാർക്കുള്ള ഫ്ലൈറ്റുകളാണ് ഉള്ളത്. അപ്പോൾ അതിന് ഉണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ ശേഷം അതിൻ്റെ ഇടയിലോ എവിടെയും വരാം. അപ്പോൾ ഇപ്പോൾ ശരിക്ക് പിന്നെ സെലക്ട് ചെയ്ത ഹാജിമാർക്ക് വിമാനത്തിൻ്റെ ഡീറ്റെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് കൂടുതൽ ആളുകൾക്കും വന്നു തുടങ്ങി. ഇനിയിപ്പോൾ അത് 2 ദിവസം. കാരണം ഇത് ഒരുപാട് ആളുകൾ ഹാജിമാരുണ്ടല്ലോ. ഇന്ന് കേരളത്തിൽ നിന്ന് ഏകദേശം വലിയ 10,000-16,000 ഹാജിമാരുണ്ട്. അവർക്കൊക്കെ ഇങ്ങനെ കുറേശ്ശെ കയറായിട്ട് ഇത് എന്താ പ്രശ്നം? നിങ്ങൾ കാണുന്ന പ്രശ്നം ആർക്കെങ്കിലും ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകളൊക്കെ പറയും എനിക്ക് വന്നിട്ടില്ല. ഒരു 2-3 ദിവസം വെയിറ്റ് ചെയ്യുന്നതോട് കൂടി എല്ലാ ആളുകളും കവർ നമ്പർ പരിശോധിച്ച് നോക്കിയാൽ അവരുടെ ഫ്ലൈറ്റ് ഷെഡ്യൂൾ അറിയാൻ കഴിയും. അതായത് നമ്മൾ സൈറ്റിൽ പോയിട്ട് നമ്മളെ നമ്പർ ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ ആ ഒരു സൈറ്റ് അടിച്ചാൽ അതിന് നേരെ ചോട്ടിൽ തന്നെ ഉണ്ട് പിൽഗ്രിം ലോഗിൻ. ആ പിൽഗ്രിം ലോഗിനിൽ കയറിയിട്ട് അവർ അപേക്ഷ കൊടുത്ത സമയത്തുള്ള ID-യും പാസ്വേഡും ഉണ്ട്. ID എന്ന് പറഞ്ഞാൽ ആ കവർ ലീഡറുടെ മൊബൈൽ നമ്പർ ആയിരിക്കും. പാസ്വേഡ് ചിലപ്പോൾ ആളുകൾ പലതും കൊടുത്തിട്ടുണ്ടാവും.
അക്ഷയമാതിരിയുള്ള ഏജൻസി മുഖേന കൊടുത്തവർക്ക് ചിലവർക്ക് അടുത്ത് ഇപ്പോൾ ഈ പാസ്വേഡും യൂസർ ഐ ഡിയും ധാരണയിൽ ഉണ്ടാവില്ല. അപ്പോൾ അത് അവരുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഫോർഗോട്ട് ചെയ്താണ്ട് എടുക്കുകയൊക്കെ ചെയ്യാം. തീർക്കേണ്ടി വരും. മൊബൈൽ നമ്പർ ആയിരിക്കും കൊടുത്തിട്ടുണ്ട്. പൊതുവേ അങ്ങനെയാണ്. അല്ല, യൂസർ ഐ ഡി പൊതുവെ മൊബൈൽ നമ്പർ മറ്റേത് പിന്നെ ഒരു കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും. അപ്പോൾ അത് വെച്ചിട്ട് അത് കണ്ടുപിടിക്കാം. അതുപോലെ മടക്ക ഷെഡ്യൂളും ഇപ്പോൾ ആയിട്ടുണ്ട്. ഇത് വരുമ്പോൾ തന്നെ മടക്ക ഷെഡ്യൂൾ. ശരി. അതായത് നമ്മൾ പൊതുവെ ഇപ്പോൾ ഇവിടുന്ന് ഏത് ഹാജ്യം പുറപ്പെട്ട് തിരിച്ചു വരാൻ അവർക്ക് ഏകദേശം ഒരു 40-42 ദിവസത്തിലാണ് ഗവൺമെന്റ് ഹാജിമാർക്കുള്ള ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ ഇപ്പം പിന്നെ ഫസ്റ്റിൽ ആദ്യത്തെ വിമാനത്തിന് പോയ ഒരു ഹാജി പിന്നെ മടക്കം ഒരു എന്തെങ്കിലും കാരണം കൊണ്ട് ഇപ്പോൾ മൂപ്പർക്കാട് വൈകിക്കണം എന്ന് വിചാരിച്ചാൽ സാധിക്കുമോ? നടക്കില്ല. അത് വൈകിക്കണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഹോസ്പിറ്റലിലായി വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ, അതായത് ഹജ്ജ് കമ്മിറ്റി അറിഞ്ഞുകൊണ്ട് അവരായിട്ട് ചെയ്യുകയാണെങ്കിൽ, ചെയ്തു തരികയാണെങ്കിൽ. അതെ, അത് വെച്ചാൽ അങ്ങനെ നോർമലി ചെയ്യുന്നില്ല. ഇപ്പൊ കൊണ്ടുവരാൻ പറ്റാത്ത കേസൊക്കെ ആണെങ്കിൽ മാത്രമേ അവിടെ അങ്ങനെ പ്രത്യേക റിക്വസ്റ്റ് ഒക്കെ കൊടുത്തിട്ടില്ല നിൽക്കുള്ളൂ. ഇനിയിപ്പോൾ മെയിനായിട്ട് ആളുകൾക്ക് അറിയാനുള്ള നമ്മളെ ഈ പിന്നെ യാത്രയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് മെയിനായിട്ട് ലഗേജ് എത്ര കൊണ്ടുപോകാം, എങ്ങനെ കൊണ്ടുപോകാം, എന്തെല്ലാം കൊണ്ടുപോകാം എന്നുള്ള ലഗേജ് ഹജ്ജ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം അത് പറയണല്ലോ. നിങ്ങൾ ആവശ്യമായ രേഖകൾ, അതായത് ഇപ്പോൾ പാസ്പോർട്ട് ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ കൊടുത്തു. പിന്നെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പേപ്പറുകൾ ഉണ്ടെങ്കിൽ, അതായത് ഹെൽത്ത് കാർഡ് HAT എന്ന് പറയാം, ഹെൽത്ത് ആൻഡ് ട്രെയിനിങ് കാർഡ്. അപ്പോൾ അതിൽ പോളിയോ വെച്ചത്, പോളിയോ കൊടുത്തത്. അപ്പോൾ അതിൽ കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഹെൽത്ത് കാർഡിൽ എന്തെല്ലാം ആണ് ഈ പിന്നെ ഹാജി ചെയ്യേണ്ടത്, ചെയ്തു കൊടുക്കേണ്ടത്? ഹെൽത്ത് കാർഡിൽ വെച്ചാൽ ഒന്ന് ഇവരെ മെഡിക്കൽ ഇവരെ എടുത്ത് വെച്ചിട്ടുണ്ടാവും, വേറെ മെഡിക്കൽ കയ്യിൽ വെക്കണം. പിന്നെ ഹെൽത്ത് കാർഡ് നമ്മുടെ ട്രെയിനേഴ്സ് അവർക്ക് കൊടുക്കും, അതായത് ബ്ലാങ്ക് കാർഡ് കൊടുക്കും. അപ്പോൾ ചിലതൊക്കെ പൂരിപ്പിച്ച് കൊടുക്കും, ചിലവർ അല്ലെങ്കിൽ സ്വയം പൂരിപ്പിക്കാവുന്ന വളരെ സിമ്പിളൊക്കെ. എന്നിട്ടത് എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും അത് കുത്തിവെപ്പ് ഉണ്ടാവും. അല്ല, കുത്തിവെപ്പിന്റെ മുമ്പായിട്ട് ഈ ഹെൽത്ത് കാർഡ് ആദ്യം തന്നെ ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഇയാളുടെ പരിശോധന. അത് പലതരത്തിൽ ചെയ്യാം, അങ്ങനെ ചെയ്യുന്നതിന് അയാളെ ഫുള്ള് പ്രിസ്ക്രിപ്ഷൻ അതിൽ എഴുതിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ചില ഡോക്ടർമാർ ഇപ്പോൾ കുത്തിവെപ്പ് നടത്തുന്ന സമയത്ത് ചെയ്തു കൊടുക്കും. പക്ഷെ അതിന് മുമ്പേ ഒക്കെ ചെയ്തു വെക്കുന്നതാണ് ഒരു ഹാജി സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെറ്റർ. കാരണം നമ്മുടെ അസുഖങ്ങളെ കുറിച്ച് ചെയ്തു വെക്കുക എന്നുള്ളതാണ്. ഹാറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹാറ്റ് ബുക്കാണ്, കഴിഞ്ഞ വർഷമൊക്കെ ചെറിയ ബുക്കാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലായി, നമുക്കുള്ള അസുഖങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ശരി അത് അതിൽ എഴുതിക്കുന്നതാണ് നമുക്ക് നല്ലത്. ചില ആളുകൾ എൻ്റെ ഈ അസുഖം അറിഞ്ഞു കഴിഞ്ഞാൽ അത് പോകാൻ പറ്റൂല എന്നുള്ള ഒരു സംശയം. അതിൽ നമ്മൾ നിൽക്കേണ്ടത് നമുക്കുള്ള അസുഖങ്ങൾ കൃത്യമായിട്ടും ആ ബുക്കിൽ അടയാളപ്പെടുത്തി വെച്ചാൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നമുക്ക് ഉണ്ടായിക്കാരണം നമ്മൾ ബുക്ക് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇയാൾക്ക് ഇന്ന അസുഖങ്ങളുണ്ട് എന്ന് അവിടെ പരിശോധിക്കുന്ന ഡോക്ടർമാർക്ക് നോക്കാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാവും. കാരണം പ്രത്യേകിച്ച് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലൊരു ഭാഷൻ്റെ പ്രശ്നങ്ങളൊക്കെ എല്ലാം ഉണ്ടാവും. അതെല്ലാം ഈ ഡോക്ടർ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നമ്മളൊരു പാസ്പോർട്ട് പോലെയുള്ള ഒരു ആധികാരിക രേഖയാണ് നമ്മളെ ഹെൽത്ത് കാർഡ്. കൃത്യമായിട്ടും നിർബന്ധമായിട്ടും നമ്മൾ ഈ പാസ്പോർട്ട് കൊണ്ടുനടക്കുന്ന അതേ അതിൽ തന്നെ നമ്മൾ ഈ ഹെൽത്ത് കാർഡും നമ്മൾ കൊണ്ടുപോകണം. അതാ പോയി തിരിച്ചു വരുമ്പോഴും നമ്മളെ കയ്യിൽ അതുണ്ടാവും. പിന്നെ അതുപോലെ അങ്ങനെ കുത്തിവെപ്പ് ഒരു 10 ദിവസം മുമ്പ് എല്ലാ ഹോസ്പിറ്റലിൽ വെച്ചിട്ടും അത് നിർബന്ധമല്ലേ? കുത്തിവെപ്പ് നിർബന്ധമാണ്. ഒരിക്കലും അതും പോളിയോ ഒക്കെ കുത്തിവെക്കാതെ ഇവിടുന്ന് കൊണ്ടുപോകില്ല. അത് എല്ലാ ഹോസ്പിറ്റലുകൾ, താലൂക്ക് ബേസിലുള്ള ഹോസ്പിറ്റലുകൾ അത് കുത്തിവെപ്പ് ഉണ്ടാവും. അതായത് ട്രെയിനർമാർ പറയുന്ന സമയത്ത് കൃത്യമായിട്ടും അതൊന്നും ഒരു വിട്ടുവീഴ്ചയും ഹാജിമാർ ചെയ്യാൻ പാടില്ല. കൃത്യസമയത്ത് ഹോസ്പിറ്റലിലെ കുത്തിവെപ്പ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി രേഖപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ കാർഡ് നമ്മളെ കയ്യിൽ തരുന്നത്. അതാണ് നമ്മളെ ഹെൽത്ത് കാർഡ്. അപ്പോൾ അതുപോലെ ഹെൽത്ത് കാർഡ്, പിന്നെ അതുപോലെ ചിലപ്പോൾ ഒരു കോപ്പി ഫോട്ടോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ പാസ്പോർട്ടിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി ഉണ്ടെങ്കിൽ, അപേക്ഷയുടെ കോപ്പി ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കയ്യിൽ വെക്കാം. ഹജ്ജ് കമ്മിറ്റിയെ സംബന്ധിച്ച് ഈ ആധികാരികമായിട്ടുള്ള രേഖകളുമായിട്ട് ഇഹ്റാമിൻ്റെ വസ്ത്രവുമായിട്ട് വന്നാൽ ഹജ്ജ് കമ്മിറ്റി ഹജ്ജിന് കൊണ്ടുപോകും. ശരി. പക്ഷേ പിന്നെ മറ്റുള്ള ലഗേജുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ലഗേജൊക്കെ നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ ലഗേജ് നമ്മളിപ്പോൾ ഒരു 40 ദിവസം 42 ദിവസമാണ് നമുക്ക് മക്കയിലും മദീനയിലുമായിട്ട് നമുക്ക് താമസിക്കാനുള്ള ദിവസം നമുക്ക് അനുവദിച്ചിരുന്നത്. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് ഡ്രസ്സ് മാറ്റണം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ സ്റ്റൈലാണ്. അപ്പോൾ ചില ആളുകൾ ദിവസം 2 നേരം മാറ്റുന്ന ആളുകളുണ്ടായിരിക്കും. ചില ആളുകൾ ഒരു ടീഷർട്ടും ഒരു പാൻറ്റും തന്നെ ഒരു 2 ദിവസം 3 ദിവസം പോകുന്ന ആളുകൾ. അപ്പോൾ നമുക്കനുസരിച്ച് കഴിയുന്നതും കുറഞ്ഞ ലഗേജുമായിട്ട് നമ്മൾ യാത്ര പോകാനുള്ള ഒരുക്കാനം നമ്മൾ ചെയ്യുന്നു. അപ്പോൾ മിനിമം നമുക്ക് ഇഹ്റാം ഡ്രസ്സ് എത്ര സെറ്റ് വേണ്ടി വരും? ഇഹ്റാം സെറ്റ് 2 എന്തായാലും വേണം. അതെ, 2 സെറ്റ് എന്തായാലും വേണം. നമുക്ക് അനുവദിക്കപ്പെട്ട കിലോ 40 കിലോ ലഗേജും
7 കിലോ ഹാൻഡ് ലഗേജുമാണ് നമുക്ക് അനുവദിക്കുന്നത്. കൈ പിടിക്കാനുള്ള 7 കിലോയും മറ്റത് 40 കിലോ. ഇവിടെ പറയുമ്പോൾ തന്നെ പറഞ്ഞാൽ നമുക്ക് 40 കിലോ ഉണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് 40 കിലോ കൊണ്ടുപോകണമെന്നില്ല. നമുക്ക് വളരെ ചുരുങ്ങിയ രീതിയിലുള്ള അത് 20 കിലോനെ ഒരു ബാഗിലിടാൻ പാടില്ല. ചില ആളുകൾ പറയും എൻ്റെ കയ്യിൽ 25 കിലോന് ലഗേജ് ഉള്ളൂ, അത് ഞാനൊരു ബാഗിൽ ഇടുന്നതിന് എന്താ കുഴപ്പം? അത് പറ്റൂല. അങ്ങനെ ഒരാളെ കയ്യിൽ 25 കിലോനാണ് ലഗേജ് എങ്കിൽ അയാൾ ഒരു ബാഗിൽ 13 കിലോ, ബാഗിൽ 12 ആക്കിക്കോട്ടെ. അങ്ങനെ 20 കിലോയിൽ ഒരു നിലക്കും ഈ ലഗേജ് ഒരു ബാഗിൽ 20-ലേറെ സമ്മതിക്കില്ല. അത് ഇന്റർനാഷണൽ ലഗേജ് ലേബർ നിയമമാണ്. പിന്നെ അതുപോലെ നമ്മൾ കാർഡ്ബോർഡിന്റെ പെട്ടിയൊന്നും കൊണ്ടുപോകാൻ കാർഡ്ബോർഡ് പെട്ടി, ചാക്ക്, ബക്കറ്റ്, ഈ പിന്നെ ഇതൊന്നും അനുവദിക്കില്ല. ഇപ്പോൾ ആ ബാഗ് അല്ലെങ്കിൽ ട്രോളി ബാഗോ അല്ലെങ്കിൽ സാധാരണ നമ്മളെ ലെതറിന്റെ റെക്സിന്റെ ബാഗാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ റെക്സിന്റെ ബാഗ് ഉണ്ടാക്കുന്നവർ തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ബാഗ് നിർമ്മിക്കുന്ന സ്ഥലമുണ്ട്. അവിടെയൊക്കെ പോയി അവരോട് പറഞ്ഞാൽ ആ സൈസും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ നല്ല ബാഗ് ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ കറുപ്പല്ല, മിക്കവാറും എല്ലായിടത്തും കറുപ്പായിരിക്കും. കളർഫുള്ളായിട്ടുള്ള ബാഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് ബാഗ് എടുക്കാനൊക്കെ പറ്റും. പിന്നെ ബാഗിൽ തുന്നി പിടിപ്പിക്കാനുള്ള സ്റ്റിക്കറുകൾ, ബാഗിൽ തുന്നി പിടിപ്പിക്കാനുള്ള സ്റ്റിക്കർ, സ്ത്രീകൾക്ക് മഫ്തയുടെ പിറകിൽ തുന്നി പിടിപ്പിക്കാനുള്ള സ്റ്റിക്കർ, ഇതെല്ലാം ട്രെയിനേഴ്സ് അടുത്ത ക്ലാസ്സിലായിട്ടോ അതായത് എക്വിപ്മെൻ്റായിട്ടോ അങ്ങനൊക്കെ ആയിട്ട് ആജിമാർക്ക് നേരിട്ട് എത്തിക്കും. അതിലൊന്നും ഒരു ബേജാറോ ആവശ്യമില്ല. നമുക്കത് ആജിമാർക്ക് കൃത്യമായിട്ട് അവരുടെ കൈകളിൽ അതെത്തും. പിന്നെ ഗവൺമെൻറ് മുഖേന പോകുന്ന ആളുകൾക്ക് ഇപ്പോൾ നമ്മൾ താമസ സ്ഥലത്ത് ഭക്ഷണം ആരും തരുന്നില്ലല്ലോ, ശരിക്കും ഒഫീഷ്യലി ആരും തരുന്നില്ലല്ലോ. അപ്പോൾ അതിനുള്ള നമ്മൾ പ്രിപ്പറേഷനുള്ള സൗകര്യത്തോടു കൂടി നമ്മൾ പോകണം. നമ്മളിപ്പോൾ ഒരു 40 ദിവസം നിൽക്കുമ്പോൾ 2 വിധത്തിലാവാം. ഒന്ന്, നമുക്ക് ഭക്ഷണത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ നമുക്ക് അവിടെ പുറമെ നിന്ന് വെളിയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന രീതിയിൽ അങ്ങനെ പോവാം. 2, നമ്മൾ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളിപ്പോൾ അസിസിയിലാണ് താമസം. അവിടെ ഏകദേശം ഒരു 10-30ഓളം ആജിമാർക്ക്, അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. ഒരാജിക്ക് 4 മീറ്റർ സ്ക്വയറാണ് ഒരു റൂമിൻ്റെ വിസ്താരം കൊടുക്കുക. അതുപോലെ തന്നെ 12 പേർക്ക് ഒരു ബാത്റൂം, അങ്ങനെയൊക്കെയാണ് അതിന്റെ കണക്ക്. ഒരു പക്ഷേ ചിലപ്പോൾ 4 ആൾക്ക് ഒരു ബാത്റൂം കിട്ടിയെന്ന് വരും. അതൊക്കെ അറ്റാച്ച് ചെയ്തൊക്കെ ഉണ്ടെങ്കിൽ ജനറലി അങ്ങനെയാണ്. 30 ആജിമാർക്കാണ് ഒരു കിച്ചൺ മിക്കവാറും കോമൺ ആയിരിക്കും. ഒരു 3-4 റൂമുകൾക്കുള്ള ഒരു കിച്ചൺ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിടെ ഗ്യാസ് ഉണ്ടായിരിക്കും, പിന്നെ സ്റ്റൗ ഉണ്ടായിരിക്കും, പിന്നെ അതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. ഇവിടെ ഫ്രിഡ്ജ് ഉണ്ടാവും, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. അവിടെ നമുക്ക് നമ്മുടെ സാധനങ്ങൾ കൊണ്ടുവച്ച് നമുക്ക് ഒരു കുക്കറും അത്യാവശ്യമുള്ള അരിയും അതുപോലെ മസാലപ്പൊടികളും മറ്റും മറിച്ചൊക്കെ നമുക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് ഉള്ള സൗകര്യത്തിൽ പാകം ചെയ്ത്, അതായത് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തിട്ട് 2 റൂമുകാരൊക്കെ ഒന്നിച്ചൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ആജിമാർ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇതൊന്നും പ്രശ്നമില്ല. ഇതൊക്കെ ഈ ബേജാറും വെപ്രാളൊക്കെ പോകുന്നത് വരെ ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ റൂമിൽ ഇപ്പോൾ ചില റൂമുകളിലൊക്കെ ഗ്യാസ് കഴിയും. ഗ്യാസ് ശരിക്കും ആ ബിൽഡിംഗ് ഓണർ ഫസ്റ്റിൽ ഒരു ഫില്ലാക്കി വെച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ആരാണോ യൂസ് ചെയ്യുന്നത് അവർ തന്നെ ഓരോ 30 ആളെന്ന് പറഞ്ഞില്ലേ, ഓരോ റിയാൽ കൂട്ടിയാൽ ആ വാച്ച്മാനോട് പറഞ്ഞാൽ വാച്ച്മാൻ അത് കൊണ്ടു കൊടുക്കും. അല്ലാതെ ചില സമയത്ത് അത് ഫ്രീ ആയിട്ടും കിട്ടാറുണ്ട്. അത് ആ സൗദിയുടെ അവരുടെ അത് കിട്ടിയല്ലേ, അത് നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കരുത്, അത് തന്നെ തരണം എന്ന് വിചാരിച്ച് നിൽക്കരുത്. ധാരാളം സന്നദ്ധ സംഘടനകൾ അവിടെ ഭക്ഷണം പല രീതിയിലും എത്തിച്ച് കഞ്ഞി അതൊക്കെ എത്തിച്ചു കൊടുക്കുന്നു. നമ്മൾ ആൾ ഇന്ത്യ ആജീസ് ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ ഈ പ്രാവശ്യം ആൾ ഇന്ത്യ ആജീസ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന് പറഞ്ഞ ഒരു പ്രവർത്തന മേഖല ഈ പ്രാവശ്യം തുറന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. റഷീദ് അലി ശിഹാബ് തങ്ങൾ അതിന്റെ പ്രസിഡന്റും TV ഇബ്രാഹിം MLA അതിന്റെ വർക്കിംഗ് പ്രസിഡന്റും മുജീബ് റഹ്മാൻ മുത്തലത്ത് കോഴിക്കോട് അതിന്റെ ജനറൽ സെക്രട്ടറിയും മക്കയിലെ പിന്നെ KMCCയുടെ ലീഡർ കാക്കിയ കുഞ്ഞിമാനി മുജീബ് അടക്കുന്നുള്ള ഒരു കമ്മിറ്റിയുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ പിന്നെ ഒന്നും കൂടി ആ KMCCയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആജിമാരെ ഒരു വെളിപ്പാടകലെ KMCC പ്രവർത്തകരെ ഹെൽപ്പ് ലൈനായിട്ട് കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൂടി ഇപ്രാവശ്യം ഉണ്ടായിരിക്കും. ഏത് രാജ്യക്കും അവിടുത്തെ KMCCയുമായി വിളിക്കാനുള്ള നമ്പർ നമ്മൾ വിവിധ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പ്രദർശിപ്പിക്കും. ആ നമ്പറുകളിൽ ബുദ്ധിമുട്ടുള്ള ഏത് രാജ്യക്കും KMCCയുടെ സഹായം തേടാം. ഒരു വെളിപ്പാടകലെ അവിടെ എത്തും. ഇവിടെ സാധാരണ ഗതിയിൽ ഇപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങുന്നതോടുകൂടി ഏത് ഫ്ലൈറ്റ് വരികയാണെങ്കിലും ഏത് നട്ടപ്പാതയ്ക്ക് വിമാനം വരികയാണെങ്കിലും അവിടെ KMCCയുടെ ഒരു പൊതി ഭക്ഷണം ചെല്ലുമ്പോൾ തന്നെ കിട്ടും. അത് രാവിലെ ആണെങ്കിൽ ചായയും സ്നാക്സ് ഉണ്ടായിരിക്കും, പിന്നീട് ശേഷമാണെങ്കിൽ കഞ്ഞി ഉണ്ടാവും,
അങ്ങനെ വിവിധ തരത്തിലുള്ള ആ വിമാനക്കാർ കിട്ടും. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കി നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ചില നിയന്ത്രണം, ഇന്റർനാഷണൽ നിയമം, അതായത് സൗദി സർക്കാർ നിരോധിച്ച പല സംഗതികളുണ്ട്. അതിൽ ഒന്നാണ് പിന്നെ ഈ കസ്കസ് കൊണ്ടുപോകാൻ പാടില്ല. അതുപോലെ ഉരുണ്ടതായിട്ടുള്ള നാളികേരം, അത് നമ്മുടെ എയർപോർട്ട് നിയമമാണ്. ഇസ്ലാമികമല്ലാത്ത പുസ്തകങ്ങൾ, ലേഖനങ്ങൾ, ഈ സാധനങ്ങളൊന്നും കൊണ്ടുപോകില്ല. അപ്പോൾ നമ്മളിപ്പോൾ ചില ചിഹ്നങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് പറ്റാത്ത, സൗദി സർക്കാരിന് പറ്റാത്ത ചില ചിഹ്നങ്ങളെല്ലാം ചിലപ്പോൾ ഭക്ഷണ പാക്കറ്റുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം നമ്മളിപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെ കൊണ്ടുപോകണമെന്നൊന്നും പ്രശ്നമില്ല. ഇതൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കടയിൽ നിന്ന് വാങ്ങി അതേ പാക്കറ്റ് നമ്മളെ പാക്കറ്റ് ഇടാൻ പാടില്ല. അത് ഒന്നും കൂടി കവർ ചെയ്യുക, മറ്റൊരു പോളിത്തീൻ കവറും കൂടി എടുത്തിട്ട് പാക്ക് ചെയ്ത് സുരക്ഷിതമാക്കുക. കാരണം നമ്മളെ ലഗേജ് നമ്മൾ ഈ വീട്ടിൽ നിന്ന് എടുക്കണ മാതിരി രണ്ടാൾ കൂടി എടുത്ത് പതുക്കെ വണ്ടിക്കൊന്നും വെക്കൂല. എയർപോർട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഏറാണ്, അപ്പോൾ അത് പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് പൊട്ടിയാലും റിപ്പോർട്ട് വരാതിരിക്കാനുള്ള സുരക്ഷിതത്വം നമ്മൾ തന്നെ നയിക്കാം. പിന്നീട് മറ്റൊരു പ്രധാന വിഷയം, ലഗേജ് നമ്മൾ ക്ലിയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് ഒരു ഉമ്മ ഹജ്ജിന് പോകുന്നുണ്ടെങ്കിൽ അവരുടെ ലഗേജ് പാക്ക് ചെയ്യൽ ആരായിരിക്കും? മറ്റുള്ളവരായിരിക്കും, കുട്ടികളായിരിക്കും. ആ സമ്പ്രദായം മാറ്റി ഇതുപോലെ ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന പോലെ അജ്ജമ്മി അവിടെ ഇരിക്കുക, അവരെ മുമ്പിൽ വെച്ചിട്ട് ആ പാക്ക് ചെയ്യാം. അപ്പോൾ പാക്ക് ചെയ്യുമ്പോൾ ആജിക്കും ഉമ്മാക്കും അറിയും ആ ബാഗിൽ ഇന്ന സാധനം തിന്നതുണ്ട്. അപ്പോൾ കസ്റ്റംസ് എന്ന് ചോദിച്ചാലും എവിടെ നിന്ന് ചോദിച്ചാലും ഓൽക്കത് പറയാൻ പറ്റും. മറ്റേത് എന്താ ഇപ്പം എനിക്കറിയില്ല എന്ന് പറയേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, എയർപോർട്ടിൽ വല്ല സംശയം കുടുങ്ങിയാൽ അത് ഇവർ പോയി അയക്കേണ്ടി വരും. സമയം നഷ്ടമല്ല, അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നീട് അത് തിരിച്ച് അതേമാതിരി പാക്ക് ചെയ്യലൊക്കെ ബുദ്ധിമുട്ടാണ്. അതേമാതിരി ഇപ്പം നമ്മൾ എത്ര ആര് കൊണ്ടുവന്ന് തന്നാലും മറ്റുള്ളവരുടെ ഒരു സാധനവും വാങ്ങി നമ്മളെ ബാഗിൽ വെക്കാൻ പാടില്ല. കാലം അത്ര നല്ലതാണ്, ആരും പറ്റിക്കാം. കാരണം പല ആളുകളും ഇങ്ങനെ പറ്റിക്കപ്പെട്ടവരുണ്ട്. നമ്മളിപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത്യാവശ്യം എന്തെങ്കിലും സാധനങ്ങൾ കഞ്ഞിയൊക്കെ ഉണ്ടാക്കാനുള്ള പാത്രങ്ങൾ, അതിനുള്ള സൗകര്യങ്ങൾ, തൂക്കാത്രം നിർബന്ധമായിട്ടും പിടിക്കണം. കാരണം KMCCയുടെ കഞ്ഞി പല ടൈമിലും പല ഇടങ്ങളിലും പ്രത്യേകിച്ചും മീന അറഫ സ്ഥലങ്ങളിലൊക്കെ കിട്ടും. അത് വാങ്ങാൻ നമ്മളെ കയ്യിൽ പാത്രം വേണം. പിന്നെ അതുപോലെ നമ്മൾ ഒരു 1-2 ചെരുപ്പുകൾ, രണ്ട് കൂട്ടി ചെരുപ്പ്, 2 കൂട്ട് വളരെ വില കുറഞ്ഞ വായിച്ചെരുപ്പ് നമുക്ക് 2 കൂട്ടം. അതുപോലെ കണ്ണട, അപ്പോൾ ഈ കണ്ണട, അതുപോലെ ഈ കണ്ണടക്ക് ഞാൻ ആ ഒരു കയറിട്ടാൽ അഥവാ ഉണ്ടായാലും താങ്ങി ഇവിടെ നിൽക്കും. അപ്പോൾ 2 കണ്ണട വെക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഡ്രസ്സ്, ആണുങ്ങളാണെങ്കിൽ പൈസ സൂക്ഷിക്കാനുള്ള, സ്ത്രീകളാണെങ്കിൽ മാക്സിക്ക് ഉള്ളിൽ ചെറിയ ഒരു പോക്കറ്റൊക്കെ അടുപ്പിച്ചാൽ പിന്നെ കഴുത്തിലിടുന്ന ഒരു സഞ്ചി ഉണ്ട്, അത് വാങ്ങി വെക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ അർമിലേക്കൊക്കെ പോകുമ്പോൾ ചില ആളുകൾ പണം മൊത്തമായിട്ട് കൊണ്ടുപോകും, റൂമിൽ വെക്കാൻ മടിച്ചിട്ട്. അത് വലിയ അപകടം. നമുക്ക് ആവശ്യമുള്ള 50 റിയാലോ 100 റിയാലോ ഒക്കെ പോക്കറ്റിൽ വെച്ചിട്ട് നമ്മൾ അറമിലേക്ക് പോകാൻ പാടില്ല. ബാക്കി പൈസയൊക്കെ നമുക്ക് അവിടെ സൂക്ഷിക്കാം. അതൊക്കെ ബിസ്മില്ലയിൽ സൂക്ഷിക്കുക. അത്രയും നമുക്ക് അതിന് ചെയ്യാൻ പറ്റും. പിന്നെ കത്തി, കത്രിക, അതുപോലെ നൈൽ കട്ടർ, ഷേവ് മെഷീൻ, ഈ സാധനം കംപ്ലീറ്റ് ലഗേജിലാണ് വെക്കണം. അതൊരിക്കലും നമ്മൾ ഹാൻഡ് ലഗേജിൽ വെച്ചാൽ, വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സാധനം ഹാൻഡ് ലഗേജിൽ വെച്ചാൽ എയർപോർട്ടിൽ ഒഴിവാക്കും, നമുക്ക് ആ സാധനം ഉപകരിക്കാൻ പറ്റില്ല. എന്നാലും ഇപ്പോൾ നമ്മളെ ഈ ചാർജർ ഉണ്ടാവും, മറ്റേ പവർ ബാങ്ക് ഒരിക്കലും ലഗേജിൽ വെക്കാൻ പാടില്ല. അത് നമ്മൾ കൈ പിടിക്കുന്ന ബാഗിലാണ്, അതായത് കറണ്ട് ഉള്ള സാധനങ്ങൾ. അതെ, ആ സാധനം. അപ്പോൾ ഈസി കുക്കർ അതെല്ലാം ഉണ്ടെങ്കിലൊക്കെ ലഗേജിൽ വെച്ച് നമുക്ക് കൊണ്ടുപോകാം. പിന്നെ ഇപ്പോൾ ലഗേജ് ഇപ്പം ഇവിടുന്ന് നമ്മൾ എയർപോർട്ടിൽ ചെല്ലുന്നതോടുകൂടി അവർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മക്കത്തുനിന്ന് റൂമിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അത്യാവശ്യം വേണ്ട നമ്മൾ ഹാൻഡ് ബാഗേജിൽ എന്തെല്ലാം സൂക്ഷിക്കണം? ഹാൻഡ് ബാഗേജിൽ നമ്മൾ വെക്കേണ്ടത് ഒരു കൂട്ട് ഡ്രസ്സ്, ഒരു തോർത്തുമുണ്ട്, അതേമാതിരി നമ്മളെ പിന്നെ ഇഹ്റാമിൻ്റെ വസ്ത്രം, അതായത് നമുക്ക് ഇവിടെ മാറ്റാനുള്ളത്. പിന്നെ മരുന്ന് വെക്കുമ്പോൾ, മരുന്ന് കുടിക്കുന്ന ആളുകളാണെങ്കിൽ, സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ 60 ദിവസത്തേക്കുള്ള മരുന്നാണ് നമ്മൾ വാങ്ങേണ്ടത്. അതിന് നമ്മൾ 3 പാക്കറ്റ് ആക്കണം. 20 ദിവസത്തെ 3 പാക്കറ്റ് ആക്കിയിട്ട് അതിൻ്റെ പിന്നെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ട് നമ്മൾ കയ്യിൽ 3 ബാഗ് ഉണ്ടാവും. ആ 3 ബാഗിലും ഓരോ പൊതി വെച്ചാൽ ഒരിക്കലും നമുക്ക് മരുന്ന്
കിട്ടാത്തൊരവസ്ഥ നമുക്ക് വരാതിരിക്കാൻ അതുവഴി നമുക്ക് സാധിക്കും. നമ്മളെ ഒരു ആജിയെ സംബന്ധിച്ച് ആജിനോട് ഒരു കാര്യം നമ്മൾ ആജിമാരോട് സൂക്ഷിക്കും, പിന്നെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, നമുക്കൊരുപാട് നമ്മളെ ആജിയാണ്, നമ്മൾ ഹജ്ജിന് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ആളുകളും നമ്മൾ സൽക്കരിക്കും. ഈ സൽക്കാരൊക്കെ ഒരു 4 ദിവസം മുമ്പെങ്കിലും സൽക്കാരങ്ങളൊക്കെ അവസാനിപ്പിക്കാം. കാരണം നമുക്ക് യാത്ര പോകാനുള്ളതാണ്. അപ്പം നമ്മൾ വയറ് ഒന്നും സ്തംഭിക്കാനോ ലൂസാവാനോ പാടില്ലാത്ത രീതിയിൽ ആ പോകുന്നതിന് 2 ദിവസം മുമ്പ് സാധാ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട്, അത് അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കാതെ നമ്മൾ സൂക്ഷിക്കേണ്ടത്. കഴിഞ്ഞ് നമ്മൾ പിന്നെ വീട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ നിന്ന് ലഗേജ് എടുത്ത് നമ്മൾ ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾ, ഇപ്പം ചില ഗ്രൂപ്പിൽ 5 ആളുണ്ടാവും, അത് 2 സ്ഥലത്തു നിന്ന് വരുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും ലേഡീസ് വിത്തൗട്ട് മെഹ്റമാണെങ്കിൽ മിക്കവാറും 5 ആളുണ്ടെങ്കിൽ 5 സ്ഥലത്തു നിന്നായിരിക്കും. ഇനി ഇവരെല്ലാവരും എയർപോർട്ടിൻ്റെ എവിടെയെങ്കിലും ഒരു സൈഡിൽ എവിടെയെങ്കിലും ഒരുമിച്ച് കൂടി അവിടെ നിന്ന് നേരെ എയർപോർട്ടിൽ പോയി, എയർപോർട്ടിൽ പോയിട്ട് നമ്മളെ ലഗേജ് ആ കവർ ലീഡറുടെ സാന്നിധ്യത്തിൽ കൊടുത്ത് അത് ക്ലിയർ ചെയ്ത് അതിൻ്റെ സ്റ്റിക്കർ വാങ്ങി പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് മിക്കവാറും ഹജ്ജ് കമ്മിറ്റിയുടെ ഒരു വാഹനം അവിടെ നിന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ടാവും. ആ ഏർപ്പെടുത്തിയ വാഹനത്തിൽ ഹജ്ജ് കമ്മിറ്റി ഓഫീസിലേക്ക്, ഹജ്ജ് ഹൗസിലേക്ക് പോയി ആ ഹജ്ജ് ഹൗസിൽ ചെന്ന് നമ്മൾ രജിസ്ട്രേഷൻ നടത്തി നമ്മൾ ആവശ്യമായ രേഖകളൊക്കെ നമ്മൾ കൈപ്പറ്റി നമ്മൾ അവിടെ ഒരു ദിവസം നമ്മൾ ഹജ്ജ് ക്യാമ്പിൽ താമസിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഹജ്ജ് ക്യാമ്പിൽ താമസിക്കുമ്പോൾ പുരുഷന്മാർ വേറെയും സ്ത്രീകൾ വേറെയൊക്കെ, അവിടെ ഫാമിലി ഒന്നിച്ച് നിൽക്കാനൊന്നും കഴിയില്ല. അങ്ങനെ പിറ്റേ ദിവസമായിരിക്കും നമ്മുടെ വിമാനം ഉണ്ടായിരിക്കുക. അപ്പോൾ ഓരോ വിമാനത്തും ഓരോ ദിവസം മനസ്സിലാക്കുന്നത് തുടക്കത്തിലുള്ള ഒരു 5-8 ദിവസത്തോളം ദിവസവും 3 വിമാനം, അവസാനത്തെ ദിവസം 2 വിമാനങ്ങളായിട്ടാണ് നമ്മൾ ഷെഡ്യൂൾ കാണുന്നത്. അപ്പോൾ 3 വിമാനത്തേക്കുള്ള ആദ്യമാര് ക്യാമ്പിലുണ്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് വിവിധ കളറിലുള്ള സ്റ്റിക്കർ, താൽക്കാലിക ക്യാമ്പിൽ നിൽക്കാനുള്ള ബാഡ്ജ് തരും. അപ്പോൾ അവർ പോകുന്നതിൻ്റെ വിമാനം പുറപ്പെടുന്നതിൻ്റെ ഒരു 3-4 മണിക്കൂർ 5 മണിക്കൂർ മുമ്പൊക്കെ അവർ ആജിമാരോട് അനൗൺസ് ചെയ്ത് പറയും റെഡിയായി നിൽക്കാൻ, ഇവിടെ ഇഹ്റാമിലേക്ക് പോകാൻ വേണ്ടി പറയും. ഇതിന് മുമ്പാണ് ചെയ്യേണ്ടത്. ഇപ്പം നമുക്കറിയാം ഹജ്ജിനോ ഉംറക്കോ വേണ്ടി ഇഹ്റാം ചെയ്യുമ്പോൾ ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പായിക്കൊണ്ട് നമ്മളെ ശരീരത്തിൽ നിന്ന് കളയേണ്ടതായിട്ടുള്ള രോമങ്ങളുണ്ട്, ഗുഹ്യസ്ഥാനങ്ങളിലും കക്ഷങ്ങളിലൊക്കെ ഉള്ള, അതെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ക്ലിയർ ചെയ്തു പോകാം. അതൊന്ന് ഹജ്ജ് ഹൗസിൽ പോയിട്ട് ചെയ്യുക എന്ന് വിചാരിച്ച് നിൽക്കുക. അതൊക്കെ വീട്ടിൽ നിന്ന് ക്ലിയർ ചെയ്ത് നമ്മൾ പോകുന്നതാണ് നമുക്ക്. അങ്ങനെ നമ്മൾ അവിടെ ഹജ്ജ് ഹൗസിൽ നിന്ന് അവർ ടൈം അനൗൺസ് ചെയ്യുമ്പോൾ ആജിമാർ സ്വമേധയാ പോയി കുളിച്ച് റൂമിൽ വന്ന് ആ ഇഹ്റാമിൻ്റെ വേഷത്തിൽ നമ്മൾ അവർ പറഞ്ഞതുപോലെ നമ്മളെ കയ്യിൽ, അപ്പോൾ നമ്മളെ കയ്യിൽ 7 കിലോൻ്റെ ബാഗ് ഉണ്ടാവാം. ഈ രേഖകളുണ്ടാവും. ഈ 7 കിലോ തന്നെ വേണമെന്നില്ല. പ്രത്യേകിച്ചും പ്രായം ചെന്ന ആളുകളോട് പറയാനുള്ളത് 7 കിലോ തൂക്കരുത്. 7 കിലോ തൂക്കിയിട്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ നടക്കാൻ കഴിഞ്ഞോളന്നില്ല. കാരണം ഇത് കുറേ നേരം നമ്മളെ കയ്യിൽ വെച്ച് തോളിൽ വെച്ച് നിൽക്കേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പോൾ കഴിയുന്നതും അതിൽ തൂക്കം കുറച്ച് പിടിക്കുന്നത് നിങ്ങളെ യാത്രക്ക് എളുപ്പമാവും. അങ്ങനെ നമ്മൾ ആ ബാഗ് കൊടുത്ത് അവർ പറയുന്ന ഹാളിൽ ചെന്ന് അവിടെ ഇരിക്കുക. ആ പള്ളിയിലേക്ക് ചെല്ലാൻ പറയും. അവിടെ നിന്ന് നിസ്കാരത്തിൻ്റെ സമയമാണെങ്കിൽ ജമ്മും കസ്റാക്കി നിസ്കരിക്കേണ്ട സമയമാണെങ്കിൽ അങ്ങനെ നിസ്കരിക്കും. അതൊക്കെ അവിടെ പറഞ്ഞു തരാൻ അവിടെ പണ്ഡിത സഭ അവിടെ ഉണ്ടായിരിക്കും. അതിനുശേഷം അവിടുന്ന് ഉമ്രക്കുള്ള നിയത്തം, കോഴിക്കോട് നിന്ന് പോകുമ്പോൾ എല്ലാവരും ഉമ്രക്കായിരിക്കും. അപ്പോൾ ഉമ്രക്ക് വേണ്ടിയുള്ള ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം താഴെ റൂം കൊണ്ടുവെക്കും. അവിടെ നിന്ന് ബസ്സിൽ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകും. എയർപോർട്ടിൽ നമ്മളെ ബോഡി ചെക്കപ്പ്, നമ്മളെ പാസ്പോർട്ടൊക്കെ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പാസ്പോർട്ട് നമ്മളെ കയ്യിലായിരിക്കും. പാസ്പോർട്ടും ബോർഡിംഗ് പാസും. ടിക്കറ്റ് അല്ല ഉണ്ടാവുക, ബോർഡിംഗ് പാസ് ഉണ്ടാവുക. അപ്പോൾ ഇത് ആളെ കൊടുത്ത് കാണിച്ച് എവിടേക്ക് നമ്മൾ കൊടുത്തോ അവിടെ നിന്നൊക്കെ നമ്മൾ തിരിച്ച് വാങ്ങണം. അവിടെ എവിടെ കൊടുത്ത് പോകാൻ പാടില്ല. അങ്ങനെ നമ്മൾ ആദ്യം ഇപ്പോൾ ഗേറ്റ് കിടക്കുമ്പോൾ കാണിക്കണം. പിന്നീട് നമ്മൾ ബോഡി ചെക്കപ്പ് നടത്തുന്നിടത്ത് ഇമിഗ്രേഷനിൽ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ ടിക്കറ്റ് നമ്മളെ കയ്യിൽ ബാഗിൽ പാസ്പോർട്ടും ടിക്കറ്റ് വളരെ കൃത്യമായിട്ട് വെച്ച് അവിടെ നമുക്ക് കുറച്ച് നേരം വിശ്രമിക്കാനുള്ള ഹാളുണ്ടായിരിക്കും. അവിടെ വിശ്രമിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ സമയത്തായിരിക്കും നിസ്കരിക്കാനുള്ള സമയമാവുക. വിമാനം പല സമയത്തായിരിക്കുമല്ലോ. അവിടെയും എയർപോർട്ടിനകത്ത് നിസ്കരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. ഒതെടുക്കാം, നിസ്കരിക്കാം. വീണ്ടും അവിടെ വന്നിരുന്നിട്ട് വീണ്ടും അവർ വിമാനത്തിലേക്ക് വിളിക്കും. വിമാനത്തിൽ നമ്മൾ ചെന്നിട്ട് വളരെ അച്ചടക്കത്തോടു കൂടി, കാരണം ആ വിമാനത്തിൽ നമുക്ക് പ്രത്യേക സീറ്റുകളൊന്നും നിശ്ചയിക്കാറില്ല. ഇനി പ്രാവശ്യം നിശ്ചയിക്കണമെന്ന് അറിയില്ല. അതിന് നമ്മൾ ഒന്നിച്ച് ഒരു ഭാഗത്ത് പോയി ഇരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെ ബാഗ്, നമ്മളെ കയ്യിൽ 7 കിലോ ബാഗ് ഉണ്ടാവും. അതിൽ പല ആളുകളുടെ കയ്യിൽ ഖുർആനുണ്ടാവും. അപ്പോൾ ഖുർആനൊക്കെ അല്ലെങ്കിൽ മനാസിക്കോ എന്തിനൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഓതാനുണ്ടെങ്കിൽ അത് എടുത്തിട്ട് ബാഗ് നമ്മളെ തലക്ക് മുകളിലുള്ള ബോക്സിൽ നമ്മൾ വെക്കുക. അത് വെച്ച് നമ്മളവിടെ ഇരിക്കുക. പിന്നീട് ഇൻഷാ അല്ലാഹ് 4-5 മണിക്കൂറോളം യാത്രയാണ് ജിദ്ദയിലേക്ക്.
അപ്പോൾ പിന്നെ നമ്മൾ ആ വിമാനത്തിൽ നിന്ന് ഭക്ഷണം നൽകുകയാണെങ്കിൽ ആ ഭക്ഷണം നൽകുന്ന ഭക്ഷണം നമ്മൾ കിട്ടിയാണ് എന്ന് വെച്ചിട്ട് നമ്മൾ ഒന്നായിട്ട് വാരി കഴിക്കുന്നത്. നമുക്ക് ടേസ്റ്റും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ ഭക്ഷണം വിശപ്പുണ്ടെങ്കിൽ കഴിക്കുക. പിന്നീട് വിമാനത്തിൽ ചില പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വിമാനത്തിൽ ഇങ്ങനെ ബാത്റൂം ഉണ്ട് ഉള്ളത് ശരിയാണ്, പക്ഷേ അത് കാരണം വളരെ കുറഞ്ഞ വെള്ളം മാത്രമേ ആ വിമാനത്തിൽ ഉണ്ടാവുകയുള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കണം. അപ്പോൾ അത്യാവശ്യത്തിന് മാത്രം ബാത്റൂം ഉപയോഗിക്കുക. കാരണം ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വരുന്നിടത്ത് ആ വെള്ളമായി നമ്മളെ കാർപ്പറ്റിൻ്റെ ചോട്ടിൽ നമ്മുടെ ശരീരത്തിൽ ഞരമ്പുകൾ എങ്ങനെ ഉണ്ടോ അതുപോലെ വിമാനത്തിൻ്റെ വയറുകളാണ് നമ്മളെ കാർപ്പറ്റിൻ്റെ ചോട്ടിൽ മുഴുവൻ. അത് കേടുവരാൻ പാടില്ല, അത് നശിക്കാൻ പാടില്ല. അപ്പം നമ്മളെക്കൊണ്ട് ആ വിമാനത്തിന് ഒന്നും സംഭവിക്കാതിരിക്കാനുള്ള ശ്രമം കഴിയുന്നതും അടങ്ങി ഒതുങ്ങി നമ്മളവിടെ ഇരിക്കുക. കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഉറക്കത്തിലേക്ക് പോകും. ഒരു 4.5 മണിക്കൂറൊക്കെ 5 മണിക്കൂറൊക്കെ ആകുമ്പോൾ ജിദ്ദയിൽ ലാൻഡ് ചെയ്യും. നീയത്ത് ഇഹ്റാമിനുള്ള നീയത്ത് നമ്മൾ മിക്കവാറൊക്കെ ഇവിടുന്ന് വെച്ച് തരും. പക്ഷെ ചില ആളുകൾ പേഴ്സണലായിട്ട് അവിടുന്ന്, കാരണം ജിദ്ദയിലേക്ക് എത്തുന്നതിന് അരമണിക്കൂർ മുമ്പാണ് മീക്കാത്ത്. അത് സൗദി എയർലൈൻസിലാണ് പോകണമെങ്കിൽ സൗദി എയർലൈൻസിൻ്റെ ആളുകൾ പറഞ്ഞു തരും ഇതാണ് മീക്കാത്ത്. കാരണം നമുക്കറിയാൻ കഴിയില്ല, നമ്മൾ ഉറങ്ങിപ്പോവും. അതുകൊണ്ട് സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ കാലത്ത് ഇവിടെ നിന്ന് തന്നെ അത് ഇഹ്റാം ചെയ്തു പോകുന്നത്. കൂട്ടമായിട്ട് ഇഹ്റാമിൽ നിയത്തോടു കൂടി പ്രവേശിക്കുക അജ്ജോസെന്നാണ്. ഏതായാലും അവിടെ ചെന്ന് ഇറങ്ങി ഒരു ബഹളം കൂട്ടാതെ പ്രസവിക്കുന്ന വിമാനം നിർത്തുന്നതോടു കൂടി തന്നെ പല ആളുകളും എണീറ്റിട്ട് ബാഗ് വലിക്കലും പിടിച്ചിട്ട് ഒരു ചെറിയ ഒരു ജഗപുക ഉണ്ടാവും. അതിന് ഒരിക്കലും നമ്മൾ ആരും നിൽക്കരുത്. നമ്മൾ വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ, ജിദ്ദയിലേക്ക് പുറത്തിറങ്ങിയാൽ അപ്പോൾ ചെറിയ ബസ് ഉണ്ടാവും. ആ ബസ്സിൽ നമ്മളെ വിമാനത്താവളത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. അവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാവും, അവിടെ ബാത്റൂം ഉണ്ടാവും. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ബാത്റൂമിലൊക്കെ പോയി വരാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ആദ്യം ഈ 7 കിലോ പാക്ക് ചെയ്യുമ്പോൾ, 7 കിലോ ലഗേജ് പാക്ക് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് പഴുപ്പ് കുറഞ്ഞ നേന്ത്രപ്പഴം, അതുപോലെ ആപ്പിൾ, 1-2 ആപ്പിളും 1-2 നേന്ത്രപ്പഴമൊക്കെ അതിൽ വെക്കുന്നത് നന്നായിരിക്കും. കാരണം നമുക്ക് എത്ര മണിക്കൂറാണ് ജിദ്ദ എയർപോർട്ടിൽ ഹോൾഡ് ചെയ്യേണ്ടത് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ചെന്നിറങ്ങുന്ന സമയത്ത് തന്നെ ഓരോ 2 മിനിറ്റിലും അല്ലെങ്കിൽ 5 മിനിറ്റിലും ഓരോ ആജിമാർ വിമാനങ്ങൾ ഇങ്ങനെ വന്നിറങ്ങിക്കൊണ്ടേയിരിക്കും. ഒക്കെ ഒരൊറ്റ വിമാനത്താവളത്തിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ എമിഗ്രേഷനിൽ തിരക്ക് കൂടുതലനുസരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വിശപ്പുണ്ടാവും. അങ്ങനെ നമ്മളവിടെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വിശപ്പ് അകറ്റാൻ, നമുക്ക് ആ പഴം പിന്നെ ആപ്പിളൊക്കെ എടുത്ത് കഴിച്ച് വിശപ്പ് അകറ്റാൻ പറ്റും. നമുക്ക് സമയമാകുമ്പോൾ നമ്മളോട് പറയും വരി നിൽക്കാൻ നമ്മളെ കൂടെയുള്ള വളണ്ടിയർ കൽപ്പിക്കുമ്പോൾ വളണ്ടിയറെ നമ്മൾ കൃത്യമായിട്ടും നമ്മൾ അനുസരിക്കുക. വളണ്ടിയർ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഈ വളണ്ടിയർ നമുക്ക് എങ്ങനെ, ഒരു വളണ്ടിയർ എത്ര ആൾക്ക് എങ്ങനെ? ഇപ്രാവശ്യം മുതൽ 150 ആജിമാർക്ക് ഒരു വളണ്ടിയറാണ്. എന്ന് വെച്ചാൽ മിക്കവാറും അപ്പോൾ ഒരു ഫ്ലൈറ്റിൽ ഒരു വളണ്ടിയർ, ഇവിടുത്തെ കോഴിക്കോട് നിന്ന് ഒരു ഫ്ലൈറ്റിൽ ഒരു വളണ്ടിയർ ഉണ്ടാവും. അത് കൊച്ചിയിൽ നിന്നാണെങ്കിൽ ചിലപ്പോൾ 2 വളണ്ടിയറോ, കാരണം അവിടെ വലിയ ഫ്ലൈറ്റ് ചിലപ്പോൾ 3 വളണ്ടിയറോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ വളണ്ടിയറുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ കൃത്യമായിട്ടും വളണ്ടിയറുടെ നിർദ്ദേശം, കാരണം വളണ്ടിയറെ സംബന്ധിച്ചിടത്തോളം 150 ആളെ നോക്കുക എന്നുള്ളത് വളരെ ടാസ്ക്കാണ്. അത് കാരണം നമ്മളെ വീട്ടിൽ 2 പേരെ കുട്ടികളെ നോക്കാൻ തന്നെ നമുക്ക് കഴിയാത്ത അവസ്ഥ. പല ആളുകൾക്കും പല സ്വഭാവം, പല ആളുകളും പ്രത്യേകിച്ച് മജ്ജിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ആളുകൾ മൈൻഡൊക്കെ വേറെ. അപ്പോൾ നമ്മൾ മാക്സിമം ആ വളണ്ടിയറുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ നമുക്ക് തന്നെ ഗുണം കിട്ടും. അതിന് അവിടെ നിന്ന് എമിഗ്രേഷൻ കഴിയുന്നതോടുകൂടി ആ പാസ്പോർട്ട് അവിടെ നിന്ന് വാങ്ങി, അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് വന്ന് നമ്മളെ ലഗേജൊക്കെ നമ്മൾ എടുക്കേണ്ടി വരും. മിക്കവാറും അവിടെ നിന്ന് ലഗേജ് നമ്മൾ ഐഡൻറ്റിഫൈ എടുത്ത് നമ്മളെ ട്രോളിയിലാക്കിയിട്ട്, അത് ചില സമയത്ത് മിക്കവാറും അത് ഒരു വാനിലാക്കിയിട്ട് പോകലായിരിക്കും, ചിലപ്പോൾ നമ്മൾ കയറുന്ന ബസ്സിലായിരിക്കും. എന്തായാലും നമ്മളെ ലഗേജും ഒക്കെ നമുക്ക് പിന്നീട് അവിടെ റൂമിൽ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മളെ ബസ്സിലാണ് ഏകദേശം 80 കിലോമീറ്ററാണ് ജിദ്ദ എയർപോർട്ടിൽ നിന്ന് മക്കയിലേക്കുള്ളത്. അത് നമ്മൾ ഒരു ബസ്സിൽ 40 ആളെ വെച്ചിട്ട് കയറ്റി അവരെ കൊണ്ടുപോകും. വഴിയിൽ വെച്ചിട്ട് മുത്തവഫിൻ്റെ കാർഡ് തരും. ഇവിടെ നിന്ന് നൽകുന്നത്, ഇപ്പോൾ കോഴിക്കോട് നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു വളയും ഒരു മാലയും തരും. ആ വള അവിടുന്ന് കോഴിക്കോട് നിന്ന് ഇട്ട് കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ വളയായിരിക്കും. അത് തിരിച്ച് മടങ്ങി വീട്ടിലെത്തിയതിന് ശേഷം മാത്രമേ ആ സ്റ്റീൽ വള നമ്മളെ കയ്യിൽ നിന്ന് കഴിക്കാൻ പാടുള്ളൂ. ഈ സ്റ്റീൽ വളയുടെ ഒരു ചരിത്രം എന്താ വെച്ചാൽ, കുറേ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് മീന തമ്പ് കത്തി ഒരുപാട് ഹാജിമാർ മരണപ്പെട്ടു. പക്ഷേ ഈ മരണപ്പെട്ട ഹാജിമാർ ഏത് രാജ്യക്കാരാണെന്നോ ആരാണെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞപ്പോൾ അതിനുശേഷമാണ് ഈ വള സമ്പ്രദായം ഉണ്ടായത്. കാരണം എങ്ങനെ കത്തിക്കരിഞ്ഞാലും ഇത് സ്റ്റീൽ വളയാണ്. അതിലെ പേര്, നമ്മളെ പേരുണ്ടാവും, നമ്മളെ കവർ നമ്പർ ഉണ്ടാവും, ഇന്ത്യ എന്നുണ്ടാവും, അറബിയിൽ ഹിന്ദു എന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ പിന്നീട് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരിക്കലും
ഇനി അത് മാത്രമല്ല, നമ്മൾ എവിടെയെങ്കിലും ഒന്ന് വീണ് കിടന്നാൽ തന്നെ കയ്യിലെ വള നോക്കിയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നൽകുന്ന രേഖകൾ ഹജ്ജ് കമ്മിറ്റിയും മുത്തവഫും സൗദി സർക്കാരും നൽകുന്ന രേഖകൾ ശരിക്കും നമ്മളെപ്പോഴും നമ്മുടെ ശരീരത്തിൽ അണിയുക. അത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ബാഗിൽ മടക്കി വെച്ച് ബാഗ് റൂമിൽ വെക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. അത് ആജീവയുടെ സംരക്ഷണത്തിനുള്ളതാണ്. അപ്പോൾ നമ്മളതെല്ലാം കഴിച്ച് നമ്മൾ നേരെ നമ്മൾ റൂമിൽ ചെല്ലും. അസിസിയിൽ നമുക്കുള്ള ബിൽഡിംഗ്, ഏതാണ് ബിൽഡിങ്, എത്രയാണ് ബിൽഡിങ് എന്നൊക്കെ പാസ്പോർട്ട് കോഴിക്കോട് ഹജ്ജ് ക്യാമ്പിൽ വെച്ച് നിങ്ങൾക്ക് നൽകുമ്പോൾ, അല്ലെങ്കിൽ കണ്ണൂർ, അല്ലെങ്കിൽ കൊച്ചി നിങ്ങൾക്ക് അതിൻ്റെ പിറകു വശത്ത് ഒട്ടിച്ചിട്ടുണ്ടാവും നിങ്ങളെ റൂം അസീസിയ ബിൽഡിംഗ് നമ്പർ 508 റൂം 1207. അതൊക്കെ അതിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് വീട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാം. പിന്നെ നമ്മളെ ലഗേജിൽ ടാഗ് ചെയ്യണമുണ്ടല്ലോ, ലഗേജിൽ ടാഗ് ഐഡൻറ്റിഫൈ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇപ്പം ഇല്ല. അപ്പോൾ നമ്മളവിടെ നേരെ റൂമിലെത്തുന്നതോട് ഈ പറഞ്ഞ പോലെ KMCCയുടെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമോ എന്തെങ്കിലുമൊക്കെ കിട്ടും, മുത്തവഫിൻ്റെ ഭക്ഷണം കിട്ടും. അതൊക്കെ തൽക്കാലം റൂമിൽ വെച്ചിട്ട് നമ്മൾ ഉംറയ്ക്കുള്ള ഇഹ്റാമിലാണ്. നമ്മൾ ആദ്യത്തെ ദൗത്യം ഉംറ നിർവഹിക്കുക എന്നുള്ളതാണ്. അതെ, നമ്മൾ തഹല്ലുലാകണം. തഹല്ലുലാകണമെങ്കിൽ നമ്മൾ ഉംറ ചെയ്യണം. അപ്പോൾ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് മിക്കവാറും വളണ്ടിയർ എല്ലാവരും സ്വരൂപിക്കും. എങ്കിലും നമ്മളെ മനസ്സ് മുഴുവൻ നമ്മൾ അതിനായിരിക്കും മുമ്പിൽ കൊള്ളേണ്ടത്. അവിടെ നമ്മൾ കുറേ ആളുകളൊക്കെ കൂടിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ നമുക്ക് അവിടെ ബസ് ഉണ്ടായിരിക്കും, ഹറമിലേക്ക് ബസ് ഉണ്ടാവും. ഇവിടെ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സ്ത്രീകൾ ഒറ്റയ്ക്ക് പോകുന്ന ഗ്രൂപ്പ്, അവരുടെ സ്ത്രീകൾക്ക് ഒറ്റയ്ക്കുള്ള വിമാനമായിരിക്കും, സ്ത്രീകൾക്ക് ഒറ്റയ്ക്കുള്ള ബിൽഡിംഗ് ആയിരിക്കും. അവിടെ സ്ത്രീകളായിരിക്കും ചിലപ്പോൾ വളണ്ടിയർ ആയിട്ടുണ്ടാവുക. അപ്പോൾ ചില സമയങ്ങളിലൊക്കെ ഞാൻ ഉംറ ചെയ്തിട്ടില്ല എന്ന് 4 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സ്വമേധയാ എനിക്ക് ഉംറ ചെയ്യണമെന്നും തഹല്ലുലാകണമെന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടാക്കുക. പരസ്പരം ആ ബിൽഡിങ്ങിൻ്റെ റൂമിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങാം. ഇവിടെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ ലഗേജ് ചിലപ്പോൾ നമ്മളെ സിറ്റ് ഔട്ടിലുണ്ടാവും. അതൊന്നും അപ്പം എടുക്കാൻ നിൽക്കണ്ട, കാരണം നല്ല തിരക്കായിരിക്കും. ആ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ അടങ്ങാറായിട്ട് ബാഗ്, ആ ബാഗ് ഇവിടെ നിന്നോട്ടെ, അത് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മളെ റൂമിലെത്തും. ഇല്ലെങ്കിൽ നമ്മൾ ഉമ്രയൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് നമ്മൾ ആ ബാഗ് എടുത്ത് പോയാൽ മതി, അപ്പോൾ ഒരു തിരക്കുണ്ടാവില്ല. അങ്ങനെ നമ്മളെ റൂമിൽ 4 5 ചിലപ്പോൾ 6 ആളുകളായിരിക്കും നമ്മളുണ്ടാവുക. നമ്മളറിയാത്ത ആജിമാരുണ്ടാവും, നമ്മൾ ജീവിതത്തിൽ കാണാത്ത ആളുകളായിരിക്കും നമ്മളെ റൂമിൽ 40 ദിവസം താമസിക്കുക. അപ്പോൾ അവരോടൊക്കെ പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള ശ്രമം നടത്തി നമ്മൾ ഉംറക്ക് പോവുക. ഉംറക്ക് പോയിട്ട് തവാഫും ഈ ഉംറക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, ഹറമിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഏത് ഭാഗത്തു കൂടെ വന്ന് ആ ഏത് ഡോറിലൂടെയാണ് നമ്മളെ ഹറമിലേക്ക് പ്രവേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. കാരണം 100ഓളം വാതിലുണ്ട്. അപ്പോൾ 1-ാം നമ്പർ വാതിൽ കൂടെ ആണെങ്കിൽ തിരിച്ച് 1-ാം നമ്പർ വാതിൽ കൂടെ തിരിച്ച് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുക. 80ാമത്തെ നമ്പർ വാതിലൂടെയാണ് അകത്തേക്ക് കയറിയതെങ്കിൽ അതേ 80ാം നമ്പർ വാതിലൂടെ പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചാൽ നമുക്ക് റൂമിലേക്ക് എത്താൻ എളുപ്പമായിരിക്കും. അത് പ്രത്യേകം ആജിമാർ ബസ്സിന്റെ നമ്പറൊക്കെ നോക്കി ആ സൈഡിലായിരിക്കും, അല്ലെങ്കിൽ ഏത് സൈഡിലാണ് നമുക്ക് വരാമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ പൊതുവെ നമ്മൾ ഹറമിലേക്ക് എത്താൻ 2 ബസ് കയറണം. അതെ, അതൊക്കെ ഒരു നമ്മൾ ചെന്ന് 3-4 ദിവസം കഴിഞ്ഞ് ഏകദേശം നമുക്ക് തന്നെ അതിൻ്റെ റൂട്ടൊക്കെ മനസ്സിലാവും. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് ചെന്ന് നമ്മൾ ലേശം ഒന്ന് റെസ്റ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഉംറ ചെയ്ത് പിന്നെ നമ്മൾ തഹല്ലുലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ അവിടുത്തെ ആളുകളായി. ഇവിടെ ശ്രദ്ധിക്കാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ തവാഫ് കഴിഞ്ഞ് രണ്ടരത്ത് നിസ്കരിച്ച് നമ്മൾ സഹീം കഴിഞ്ഞാൽ ഇവിടെ ഈ സഹിയുടെ സഫ കഴിഞ്ഞ് മറവിയിൽ അവസാനിക്കുമ്പോൾ അവിടെയാണ് പ്രത്യേകിച്ചും എൻ്റെ സഹോദരിമാരോട് പറയാനുള്ളത്. അവിടെ നിന്ന് തന്നെ ആണുങ്ങൾക്ക് അവിടെ പുറത്തിറങ്ങിയാൽ മുടി മുട്ടണം ചെയ്യാം. അവിടെ സ്ത്രീകൾ അവിടെ വെച്ച് തന്നെ മുടി മുറിക്കാൻ നിൽക്കരുത്. കാരണം അവിടെ നമ്മൾ മുടി മുറിക്കണമെങ്കിൽ നമ്മളെ മഫ്ത പൊന്തിക്കണം, നമ്മളെ മുടി പുറത്തിടണം. നമ്മൾ അവിടെ തന്നെ ഒരു തെറ്റ് ആരംഭിക്കണം. അപ്പോൾ നിങ്ങളെ റൂമിൽ ചെന്നതിന് ശേഷം വളരെ സ്വകാര്യമായിട്ട് ചെയ്യേണ്ട സംഗതിയാണ്. കാരണം സ്ത്രീകൾ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, അത് പുരുഷന്മാരെ റൂമിലുണ്ടെങ്കിൽ വളരെ സ്വകാര്യമായിട്ട് നിങ്ങൾ റൂമിൽ ചെന്നതിന് ശേഷം മാത്രം മുടി മുറിച്ച് തഹല്ലുലായാൽ മതി. പിന്നെ ഈ റൂമിൻ്റെ കാര്യത്തിൽ വേറൊരു സംശയമുള്ളത്, ഇപ്പോൾ നമ്മൾ ഒരു കവറിൽ 4 ആൾ 5 ആളുണ്ട്, അതിൽ ആണും പെണ്ണും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവരെല്ലാം ഇപ്പോൾ ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് ആണും പെണ്ണും ഒന്നിച്ച് തന്നെയല്ലേ ഇതിൻ്റെ ഹജ്ജ് കമ്മിറ്റിൻ്റെ തീരുമാനം അനുസരിച്ച് ആ റൂമിൽ തന്നെ ആയിരിക്കുമല്ലോ ഒരു റൂമിൽ ആണും പെണ്ണും ഉണ്ടാവും. കാലം അത്രയും അങ്ങനെയായിരുന്നു. 10 ആൾക്ക് വരെ 20 ആൾക്ക് വരെ റൂമൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പം അതൊക്കെ പോയി ചുരുങ്ങി വരുന്നുണ്ട്. ഈ പ്രാവശ്യം അവരെ മക്ക ഗവൺമെൻറ്റിൻ്റെ ഇതിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും
വേറെ വേറെ ആക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരു ആലോചന നടന്നിരുന്നു. അത് എത്രത്തോളം വിജയിച്ചിട്ടുണ്ടെന്നുള്ളതിന് ചെല്ലുമ്പോഴേ അറിയാൻ കഴിയുള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ ഒരു റൂമിൽ ഇപ്പോൾ ഞാനും നിങ്ങളും പോവുകയാണ്, നിങ്ങളുടെ വൈഫുണ്ട്, എൻ്റെ വൈഫുണ്ട്. സ്വാഭാവികമായിട്ട് നിങ്ങളെ വൈഫിൻ്റെ എനിക്ക് മേറമല്ല, എൻ്റെ വൈഫ് നിങ്ങൾ മേറമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ പണ്ട് ക്ലാസ് പറഞ്ഞു കൊടുത്തിരുന്നത് ഒരു റൂമിൽ 10 ആളെ റൂമുണ്ടെങ്കിൽ ചിലപ്പോൾ 2 പുരുഷന്മാരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ അവരോട് പറയും ഇവിടെ നിന്ന് 2 കോൺക്രീറ്റ് ആടി നൂലെടുത്തിട്ട് കറക്റ്റ് ഇട്ടിട്ട് സ്ത്രീകൾ ഉൾഭാഗത്ത് നിൽക്കുക, അതേ അതിനോട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മറ്റൊരു സംഗതി ചെയ്യാനുള്ളത്, ഇപ്പോൾ ഈ റൂമിൽ 5 ആൾ, തൊട്ടപ്പുറത്തെ റൂമിൽ 5 ആളുണ്ടെങ്കിൽ ഇതിൽ 3 സ്ത്രീകളും അതിൽ 2 സ്ത്രീകളുണ്ടെങ്കിൽ ഈ 3 സ്ത്രീകളെ തൽക്കാലം അങ്ങോട്ട് പറഞ്ഞ് പുരുഷന്മാരോട് പറഞ്ഞ് ഒന്ന് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, അവിടുത്തെ ആണുങ്ങൾ ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമുക്കൊരു ഇൻറ്റേർണൽ പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയാൽ വളരെ സുഖകരമായിട്ട് കാര്യങ്ങൾ നടത്തുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം സിമ്മ്, പണ്ട് കാലങ്ങളിലൊക്കെ സിമ്മ് ഇവിടുന്ന് കൊടുത്തിരുന്നു. പക്ഷെ ഇപ്പോൾ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ അവിടെ ഒരുപാട് സിമ്മ് കച്ചവടക്കാർ വരും, ഫ്രീ ആണ്, ചിലപ്പോൾ ഫ്രീ ആയിട്ടൊക്കെ തരും. എന്നിട്ട് അവരെന്ത് ചെയ്യും, നമ്മളെ ഫിംഗർ പ്രിൻ്റ് എടുക്കും, ഇത് ശരിയായിട്ടായിരുന്നു വീണ്ടും എടുക്കും. ഇതൊക്കെ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മളെ അസീസിൽ ചെന്ന് നമ്മളെ റൂമിലായി, ആ റൂമിൽ ചെന്നതിന് ശേഷം തൊട്ടടുത്ത് തന്നെ കടകളുണ്ടാവും, ആ കടകളിൽ കയറി നമ്മൾ സിമ്മ് കൈപ്പറ്റാം. ഹാജിമാർക്ക് ഫീൽ ചെയ്യുന്ന മെയിൻ കാര്യം, ഇപ്പോൾ കഴിഞ്ഞ വർഷം ഏകദേശം പിന്നെ ഒരു മാസത്തേക്ക് നെറ്റുള്ള സിമ്മിന് 105 റിയാലൊക്കെ ഉണ്ട്. നമ്മളത് അതിൻ്റെ പൈസ കണക്ക് കൂട്ടുമ്പോൾ നമ്മൾ ഇത്ര പൈസ എന്ന് വിചാരിച്ചാൽ അത് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നും. അത് പ്രശ്നം, അത് ഒരിക്കലും നമ്മൾ അവിടെ ചെന്നിട്ട് ഇന്ത്യൻ്റെ രൂപയുമായി മൾട്ടിപ്പിൾ ചെയ്യാൻ പാടില്ല. അത് ചെയ്താൽ നമ്മളൊരു ഗ്ലാസ് ചായ പോലും കുടിക്കില്ല. കാരണം ഒരു റിയാലിന് കട്ടൻ ചായ കൊടുക്കുകയാണെങ്കിൽ 23 റുപ്യ വരും. 23 റുപ്യ കട്ടൻ ചായ കുടിക്കണ ആരെയും ആലോചിച്ചാൽ അത് നടക്കൂല. നമ്മൾ ഒരിക്കലും ഒരു റിയാലിന് തന്നെ ചിലപ്പോൾ കിട്ടൂല. ഇപ്പൊ അറമിന്റെ അടുത്ത് ഇപ്പം ഒരു പാൽ ചായക്ക് മിനിമം 3 റിയാൽ കൊടുക്കണം. അപ്പൊ അതിന്റെ പൈസ കണക്കൂട്ടാതെ ആവശ്യത്തിന് ഭക്ഷണം. പിന്നെ അതുപോലെ ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, നമ്മളിപ്പോ നമ്മളെ കയ്യിൽ എത്ര റിയാൽ വെക്കണം? അപ്പൊ നമ്മളെ കയ്യിൽ ഇപ്പോൾ നമ്മള് ആക്ച്വലി നമ്മൾ അറിവിന്റെ ഒരു അറിവും കൂടി ഉണ്ടല്ലോ, അറിവിനൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഹജ്ജ് കമ്മിറ്റി വഴി പണം അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 1500 റിയാൽ എങ്കിലും നമ്മൾ കയ്യിൽ വെക്കുന്നത് നമുക്ക് നല്ലതാണ്. ഇപ്പോൾ കാരണം എന്തൊക്കെ പറഞ്ഞാലും മടങ്ങി വരുമ്പോൾ ഈത്തപ്പഴം വാങ്ങണം, അതുപോലെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങേണ്ടി വരും. അപ്പോൾ ഇതിനൊക്കെ നല്ലൊരു 1500 റിയാലും വെക്കാം. അത് ഒന്നുകിൽ നമുക്ക് ഇവിടുന്ന് കയ്യിൽ വെക്കാം, അല്ലെങ്കിൽ അവിടെ നമുക്ക് അവിടെ ആരെങ്കിലും ആരും മലപ്പുറം ജില്ല ഇവിടുന്ന് പോകുന്ന ആൾ, കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകൾ ആരെങ്കിലൊക്കെ ആയിട്ട് അവിടെ ഉണ്ടാവും. പൈസ അവിടെ നിന്ന് വാങ്ങി ഇവിടെ കൊടുത്തു പോയാൽ മതി. പിന്നെ കുറച്ചെങ്കിലും അതിൽ ചേഞ്ച് ചില്ലറായിട്ട് 1, 2, 5 ചില്ലറ നോട്ടുകൾ കയ്യിൽ വെക്കുക. വെറും 500-ന്റെ നോട്ട് 100-ന്റെ നോട്ടൊന്നും ആക്കി വെക്കരുത്. അപ്പോൾ ഇപ്പോൾ ഈ പിന്നെ ഹാജിമാരിപ്പോൾ നമ്മൾ അവസാന ഗഡു അടക്കുന്ന കൂട്ടത്തിൽ ചിലരിപ്പോൾ ഈ അറവിൻ്റെ പൈസ അടക്കുന്നവരുണ്ട്, അടക്കാത്തവരുണ്ടാവും. അറവിൻ്റെ പൈസ ഉള്ളവർ ഏകദേശം ഇപ്രാവശ്യം ഒരു 16,600 റുപ്യ എക്സ്ട്രാ അവർ വാങ്ങുന്നുണ്ട്. അങ്ങനെ ഈ പൈസ ഇപ്പോൾ ഓപ്റ്റ് ചെയ്യാത്തവർക്കുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? ചെയ്തവരുടെ അതങ്ങനെ കഴിഞ്ഞു. അത് ഗവൺമെന്റ്, അതായത് സൗദി സർക്കാരിലെ ഇസ്ലാമിക് ഡെവലപ്മെന്റ് ബാങ്കാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അവർ കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാം, 10-30 ലക്ഷം ആളുകളെ ഹജ്ജിന് ചെല്ലുമ്പോൾ 30 ലക്ഷം ആളുകൾക്കും ഹജ്ജ് കഴിഞ്ഞിട്ട് അറിവ് നടത്തിയിട്ട് അതിന്റെ മാംസം നമുക്ക് അവിടെ മക്കത്ത് വിതരണം ചെയ്യാൻ കഴിയില്ല. അത്രത്തോളം പാവപ്പെട്ട ആളുകൾ മക്കത്ത് ഉണ്ടായിരിക്കില്ല. അപ്പൊ ഈ മാംസം നമ്മൾ അറുത്താൽ മാത്രം പോരാ, അതിന്റെ മാംസം നമ്മൾ എത്തിക്കണം. നമ്മൾ അറുത്താൽ നമ്മൾ എത്തിക്കണം. അപ്പോൾ നമ്മളത് സൗദി സർക്കാരിൻ്റെ ആ ഇസ്ലാമിക് ഡെവലപ്മെന്റ് ബാങ്കിനെ ഏൽപ്പിക്കുമ്പോൾ അവരത് അറുത്ത് പാക്ക് ചെയ്ത് പാവപ്പെട്ട മുസ്ലിം രാജ്യങ്ങളിൽ പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് അത് എത്തിക്കാനുള്ള പൈസ വരെ നമ്മളത് വാങ്ങാണ്. അതാണ് ഇത്രയധികം പൈസ ഉള്ളത്. മറ്റേ ഇതിന് ഇവിടെ ഒരു ചൂഷണം നടത്തുന്നുണ്ട്. കാരണം അത് അറിവ് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു. ഇത്രയും പണ്ഡിതന്മാർ കൂടി ആലോചിച്ചിട്ടാണല്ലോ ഇത്രയും കാലങ്ങളായിട്ട് ഹജ്ജ് കമ്മിറ്റി അത് നിലനിർത്തി പോരുന്നത്. ഇപ്പോഴും ഈ വർഷത്തെ അപേക്ഷയിലും അത് നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നടക്കൂല, അത് ശരിയല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഹജ്ജ് കമ്മിറ്റി അതിൽ നിന്ന് ഒഴിവാക്കുമല്ലോ, തർക്ക വിഷയമൊക്കെയാണെങ്കിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് രണ്ടും കൽപ്പിച്ച് നമ്മളൊരാളെ തവക്കൽ ചെയ്യണം. നമ്മൾ ആ ഇസ്ലാമിക് ഡെവലപ്മെന്റ് ബാങ്കിനെ ഏൽപ്പിക്കുകയാണ്. പിന്നെ അവരാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഏറ്റവും കാരണം സ്വാഭാവികമായിട്ടും അവിടെ ചെന്നിട്ട് നമ്മളോട് പറയും, നിങ്ങളെ അറിവ് ഞാൻ അർത്ഥല, ഇതിലൊരു ബിസിനസ് ലോബിയും കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിയുന്നത് നമുക്ക് ഏറ്റവും അഭികാമ്യമായത് അത് സൗദി സർക്കാരിനെ ഏൽപ്പിക്കുക. അപ്പോൾ ഇവിടുന്ന് പണം കെട്ടാത്ത ആളുകളുണ്ടാവും. ഇവിടുന്ന് പണം കെട്ടാത്ത ആളുകൾക്കും നമ്മളവിടെ CCയിൽ ചെന്നാൽ അവിടെ IDBിൻ്റെ ബാങ്കും അതിൻ്റെ കൗണ്ടർ ഉണ്ടായിരിക്കും. അവിടെ അതിൻ്റെ 650 റിയാലോ 720 റിയാലോ കൊടുത്താൽ അവിടെ നിന്ന് നമുക്ക് അതിൻ്റെ ടോക്കൺ കിട്ടും. അത് ടോക്കൺ നമുക്ക് കിട്ടുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ നീയത്ത് വെക്കുക, ഇതിൻ്റെ ഫിദിയേണ്ടതാണ്. അത് വെക്കേണ്ടത് ആരാണ്? നമ്മൾ ഇവിടെ നിന്ന് ഉംറക്ക് പോയി ഉംറ ചെയ്ത് തഹ്ലിലായി മക്കയിൽ വെച്ച്
ഇഹ്റാം ചെയ്യുന്ന ആളുകളാണ് ഈ ഫിദിയ കൊടുക്കേണ്ടത്. നമ്മൾ തമത്വമായിട്ടുള്ള രീതിയിൽ തമത്വമായിട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ്, തമത്വമായിട്ടുള്ള രീതിയിൽ നമ്മൾ യാത്ര ആയതുകൊണ്ടാണ് നമ്മൾ ആ ഫിദിയ കൊടുക്കുന്നത്. ഹജ്ജിന്റെ കാര്യങ്ങളിലുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത്. തന്നെ നമ്മളിപ്പോൾ മുഴുവനായിട്ട് പറഞ്ഞിട്ടില്ല, ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ നമുക്ക് ഉണ്ടാവും. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ കൂടി ചെയ്യാം. അപ്പോൾ ഈ ഇത്രയും ഉപകാരപ്രദമായ വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് പ്രത്യേക നന്ദി. ഹാജിമാർക്ക് ഉപകരിക്കട്ടെ, ഹാജിമാർ ശ്രദ്ധാപൂർവ്വം കേൾക്കുക, മനസ്സിലാക്കുക. എല്ലാവരുടെയും ദുആയിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തല്ലേ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലും മബ്റൂറുമായ രീതിയിൽ ഹജ്ജ് ഉംറയൊക്കെ ചെയ്ത് മടങ്ങിയാൽ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത് പിന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ഒക്കെ ഒന്ന് ഷെയറും ലൈക്കും ഒക്കെ ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. പിന്നെ ഇനി ഇൻഷാ അല്ലാഹ് ബാക്കി കുറച്ചും കൂടി വിശദമായി ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അസ്സലാമു അലൈക്കും. ഇസ്ലാം.